ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിനുശേഷം ഇവിടെയാണ് അതിൻ്റെയൊക്കെ സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ മേട്ടുപ്പാളയത്തിന്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേട്ടുപ്പാളയം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ പോകാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് അടുത്ത ഊട്ടിക്ക് നമ്മൾ കൂണൂർ ബസ് പിടിച്ച് അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത്. നമ്മളൊരു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. അതവിടെ മണ്ണിടിച്ചിൽ എന്തോ കാരണം ആ ട്രെയിന് സ്റ്റോപ്പ് ചെയ്തു. മരം തൊടിഞ്ഞു വീഴുന്നു ട്രാക്കിൽ, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. സോ അതുകൊണ്ടാണ് നമുക്ക് ട്രെയിനെ ചൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ ബസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കുറച്ച് പാടാണ് ഇതെല്ലാം ചുറ്റി പോകുന്നത്, എന്നാലും ഗോയിങ്. ഊട്ടി ബസ് കയറാൻ വേണ്ടിയാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടി ബസ് സ്റ്റാൻഡ്. ഒരു മണിനാ ഉட்காந்துருப்பாங்களா? അപ്പോൾ നമ്മൾ നീലഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ അവിടെ കാണാനൊന്നും താഴെ പറ്റില്ല. സോ നമ്മൾ ഇവിടെ കയറിയാണ് കൂണൂരിൽ നിന്നാണ് നമ്മളടുത്ത് പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ട്രെയിനൊക്കെ ഇവിടെ എത്തിക്കാണെന്ന് വിശ്വസിക്കുന്നു. അകത്തേക്ക് പോകാൻ പോകുന്നു. മുകളിലാണ് സ്റ്റീം എഞ്ചിൻ്റെ പണ്ടത്തെ ഗിടാഗിടിയന്മാരിപ്പുള്ളത്. യെസ്, കുറേ വീടുകളൊക്കെ ഇവിടെ ഉണ്ട്. കൊള്ളാം, ഒരു പുലിയുടെ മാതൃകയുണ്ട്. അതിനുശേഷം തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ക്യാൻ സീ ദി സ്റ്റീം എഞ്ചിൻ. ഒറിജിനൽ സ്റ്റീം എഞ്ചിനായിരിക്കും അല്ലേടാ. ഓടെ നോക്കടേ അതിൻ്റെ സംഭവം. അവിടെ ഇതുവഴിയാണ് ട്രെയിൻ പോകണേ. വാ, അപ്പോൾ ഇതുവഴിയാണ് ട്രെയിൻ പോകുന്നത്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ്റെ. ഇവിടെ ഫോട്ടോ എടുക്കാം നമുക്കല്ലേ? യെസ്, ഇപ്പോൾ നമ്മുടെ സ്റ്റീം എഞ്ചിൻ്റെ മാതൃക കണ്ട അടിപൊളിയല്ലേ സ്റ്റീം എഞ്ചിൻ. യെസ്, ദിസ് ഈസ് ദ സ്റ്റീം എഞ്ചിൻ, യു നോ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ പാതയിൽ കൂടെയാണ് സ്റ്റീം എഞ്ചിൻ ഇങ്ങനെ ചലിച്ച് മുന്നോട്ട് നീങ്ങുന്ന പാതയാണിത്. ഓക്കെ, കണ്ട അടിപൊളിയല്ലേ. അപ്പോൾ ഊട്ടിയിലെത്തി സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റീം എഞ്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അലക്സുമാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ഇനി നമ്മൾ ട്രെയിനിൽ കയറി പോകാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാം അടിപൊളിയല്ലേ. സെറ്റ്. ഇതിനകത്ത് നമ്മൾ കാണാൻ വേണ്ടിയുള്ള വ്യൂ സ്റ്റോക്കാണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ച കാണാൻ വേണ്ടി പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക്കോമോട്ടീവ് എഞ്ചിൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്നാണ് നീലഗിരി കണ്ട സ്റ്റീം ലോക്കോ ഷെഡ് കണ്ട. ഇവിടെ നിന്നാണ് ഇനി ട്രെയിൻ എടുക്കുന്നത്. ഓക്കെ, ഈ ട്രെയിൻ എന്തിനാണ് എടുക്കുന്നത്? ഈ ട്രെയിനായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നാണ് കാഴ്ച കാണാൻ പറ്റുന്നത്. അകത്തേക്ക് അവർ പ്രവേശിപ്പിക്കില്ല എന്നാണ്. ഇതായിരിക്കില്ലേ, അറിയില്ല, നമുക്കറിയില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിൻ എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ ആ ട്രെയിനിൽ പോകുന്നതോടെ നമ്മൾ പ്രതീക്ഷിച്ചിങ്ങനെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാടിൽ നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ നീലഗിരി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ പാളമാണിത്. ഓക്കെ, ട്രെയിൻ പാളത്തിൽ കൂടെയാണ് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് ഇനി ട്രെയിൻ അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ട്രെയിൻ ഇത് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് അവിടെ നീലഗിരി മൗണ്ടൻ്റെ കാര്യങ്ങൾ. നമുക്ക് അവിടെ നിന്നാണ് ട്രെയിൻ അടുത്തുള്ളത്, കൂണൂറിൽ നിന്ന്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ നമ്മുടെ ഹെറിറ്റേജിൻ്റെ സ്റ്റീം എഞ്ചിനൊക്കെ അവിടെ കിടപ്പുണ്ട്. അലക്സോടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് ചലിച്ച് നമുക്ക് അവിടെ പോയി ട്രെയിനിലേക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ്റെ കാഴ്ചകളുള്ളത്. മറ്റേ സൈഡാണ് കാണാൻ രസം. വണ്ടി യെസ്, നമ്മളൊരു ട്രെയിനിൽ കിട്ടിയ പ്ലേസ്.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ നീലഗിരി മൗണ്ടൻസിന് ഏറ്റവും മോൾ ഭാഗത്ത് അവരുടെ ട്രെയിനൊക്കെ വർക്ക് ചെയ്യുന്ന പ്ലേസാണ്. ആൾക്കാർ വർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം കുറേ ട്രെയിനുകൾ ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ എൻജിനും എല്ലാ കാര്യങ്ങളുണ്ട്. നീലഗിരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പോണേ അലക്സ് അവിടെ എവിടെയൊക്കെ പോകണം. അവിടെ കൂണൂരിൻ്റെ ഫോട്ടോ എടുക്കാനാ? ദിസ് ദ കൂണൂർ. ഹിയർ ഈസ് ദ കൂണൂർ റെയിൽവേ സ്റ്റേഷൻ, ദ ലാസ്റ്റ് എൻഡ് ഓഫ് സംടൈംസ് വി ക്യാൻ കോൾ ദ ലൈക്ക് ദിസ്. ഫ്രണ്ട്സ്, നമ്മൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചത്ത അവസ്ഥയാണ്. മഴയും പെയ്ത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇവർ താഴത്തെ ട്രെയിന് ക്യാൻസൽ ചെയ്ത്. അത് കുഴപ്പമില്ല, ഓക്കെ, അവർക്ക് വയ്യാന്ന് നോക്കി. പക്ഷേ രണ്ടാമത് ഇവിടെ വന്നപ്പോൾ വീണ്ടും ട്രെയിനിൻ്റെ സമയം വീണ്ടും ട്രെയിൻ എത്രയും മണിക്കൂർ അല്ല 15-20 മിനിറ്റ് 40 മിനിറ്റ് അല്ലേ വീണ്ടും 1:15. അപ്പം ഇത്രയും ടൈം ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ട്രെയിന് പിടിച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടി. ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ സമയത്തിന് ട്രെയിൻ ഉണ്ടായിരുന്ന ആ കാഴ്ചയും കാണുന്നത്. അത് കാണാമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം അത് മിസ്സാകും തോന്നുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ മുകളിൽ നിന്ന് വരികയാണ്. അപ്പുറത്തോടെ വന്നു. അതിനപ്പുറത്ത് കറങ്ങി വന്നാൽ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ട്രെയിനിങ് എത്തിയിട്ടുണ്ട്. എടാ സീറ്റ് ഇടല്ലോ അലക്സ് നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർ നേരത്തെ പോയവരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ സീറ്റ് നമ്പറൊക്കെ നോക്കി നമ്മൾ കയറാം. ഏതാ അലക്സേ? ഞാൻ തന്നെയല്ല ഉണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ സീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്താണ്. അലക്സേ വാക്കേറ. അവിടെ 5 കിട്ടൂലേ കാനഡയെ? നോക്കുമ്പോൾ നല്ല രസമുണ്ട് അലക്സ്. എങ്ങനെയുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ യാത്ര. നമ്മുടെ ലവ് ഡേയിലാണ് ഇതിപ്പോൾ അവസാനിക്കാൻ പോകുന്നത്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലൗഡയിൽ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിൻ അങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൗഡയിൽ ഇറങ്ങി നമുക്ക് അടുത്ത ബസ്സിലേക്ക് പോകണം. ഓക്കെ, ട്രെയിനിൻ്റെ ഫസ്റ്റ് ഇതാണ് തള്ളിക്കൊണ്ട് പോകുന്ന വണ്ടിയാണത്. യെസ്, അപ്പോൾ നമ്മൾ വന്ന ട്രെയിൻ അങ്ങനെ പോകുന്നു. ട്രെയിൻ അപ്പോൾ നമ്മൾ ലൗഡയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൗഡയിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ചലിക്കുകയാണ്. യെസ്, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ലൗഡയിൽ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒത്തിരി വർഷം ഞാൻ ആഗ്രഹിച്ചിരുന്ന ലൗഡേൽ എന്ന് പറഞ്ഞ പ്ലേസ്. ലൗഡേയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ, ലൗഡയിലെ റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ അങ്ങ് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ആരോൺ എത്തിക്കഴിഞ്ഞു. ആരോണിൻ്റെ കാറിൽ ആരോൺ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫ്രണ്ട് NMCCയിലെ ആരോണേ.